ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗം കേൾപ്പിക്കുന്നു. ഇതിൻ്റെ പുനരാഖ്യാനം സിപ്പി പള്ളിപ്പുറം, പബ്ലിഷേഴ്സ് റെഡ് റോസ്. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഗോവിന്ദസ്വാമികളും മഹാരാക്ഷസനും. മഹാപണ്ഡിതനും നിരവധി വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ കർത്താവുമായിരുന്നു ഭർതൃഹരി. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു എന്നും അതല്ല വിവാഹിതനായതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ആളാണെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. ഭർതൃഹരിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരൈതിഹ്യം കേൾക്കൂ. അത് വളരെ രസകരവും കൗതുകകരവുമാണ്. പണ്ട് തർക്കശാസ്ത്രത്തിലും വേദശാസ്ത്രത്തിലും ഒരുപോലെ നിപുണനായ ഒരാചാര്യനുണ്ടായിരുന്നു, ഗോവിന്ദസ്വാമികൾ. ഒരിക്കൽ അദ്ദേഹം ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു. കുന്നും മലകളും താഴ്വാരങ്ങളും പിന്നിട്ട് അദ്ദേഹം ഒരു കൊടും കാടിൻ്റെ നടുവിലെത്തി. പെട്ടെന്ന് ഒരു വലിയ അലർച്ച കേട്ട് ഗോവിന്ദസ്വാമികൾ ഞെട്ടിവിറച്ചു. എന്താണാവോ? അദ്ദേഹം അലർച്ച കേട്ട ദിക്കിലേക്ക് കണ്ണോടിച്ചു. അപ്പോഴുണ്ട് മുന്നിൽ വലിയൊരു രാക്ഷസൻ നിൽക്കുന്നു. ആ ഭീകരൻ തൻ്റെ ബലിഷ്ഠമായ കൈകൾ ഉയർത്തി സ്വാമികളെ തടഞ്ഞു. പേടി തോന്നിയെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് അദ്ദേഹം ചോദിച്ചു, ഹേ മഹാരാക്ഷസ, അങ്ങ് ആരാണ്? ധൈര്യമായി അങ്ങനെ ചോദിക്കേ. പതഞ്ജലി മഹർഷിയുടെ ശാപത്താൽ രാക്ഷസനായി തീർന്ന ഒരു ഗന്ധർവനാണ് ഞാൻ. രാക്ഷസൻ ഉറക്കെ ചിരിച്ചു. ഓഹോ, അങ്ങേക്കിപ്പോൾ എന്തു വേണം? എന്തിനാണ് അങ്ങനെ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഗോവിന്ദസ്വാമികൾ ചോദിച്ചു. സ്വാമികളെ, താങ്കൾ വലിയ ആളല്ലേ. ഞാൻ താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഞാൻ താങ്കളെ വിട്ടയക്കൂ. രാക്ഷസൻ തൻ്റെ നിബന്ധന അറിയിച്ചു. ആദ്യം അല്പം ഭയം തോന്നിയെങ്കിലും സ്വാമികൾ പിന്നെ ഉഷാറായി. ശരി, ചോദ്യം ചോദിച്ചോളൂ. രാക്ഷസൻ സ്വാമികളോട് ചില നൂലാമാലകൾ പിടിച്ച ചോദ്യങ്ങൾ ചോദിച്ചു. ഉരുളയ്ക്കുപ്പേരി പോലെ രാക്ഷസന്റെ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഉത്തരങ്ങൾ തന്നെയാണ് സ്വാമികൾ നൽകിയത്. അപ്രതീക്ഷിതമായ ഉത്തരങ്ങൾ കേട്ട് രാക്ഷസൻ അത്ഭുതപ്പെട്ടു. കുറെ കൂടി വിഷമമേറിയ ചോദ്യങ്ങൾ ചോദിച്ച് രാക്ഷസൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിലൊന്നും അദ്ദേഹം ഒട്ടും പരാജയപ്പെട്ടില്ല. താങ്കളുടെ ഉത്തരങ്ങൾ യുക്തിയുക്തവും അർത്ഥപൂർണവുമാണ്. താങ്കളെ എൻ്റെ ശിഷ്യനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിരോധമില്ലെങ്കിൽ സ്വീകരിക്കണം, രാക്ഷസൻ അഭ്യർത്ഥിച്ചു. ശരി, നമുക്കതിൽ ഏറെ സന്തോഷമേയുള്ളൂ. ഗോവിന്ദസ്വാമികൾ ശിരസ്സു നമിച്ച് രാക്ഷസന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അതോടെ രാക്ഷസൻ അതീവ സംപ്രീതനായി. പെട്ടെന്നു തന്നെ ഭീകരരൂപം വെടിഞ്ഞ് ആ രാക്ഷസൻ സാക്ഷാൽ ഗന്ധർവനായി മാറി. സുസ്മേരവദനായ ഗന്ധർവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ദിവ്യ ഔഷധം സ്വാമികളുടെ നാവിൻ തുമ്പിൽ പുരട്ടിക്കൊടുത്തു. അതോടൊപ്പം വളരെ വിശേഷപ്പെട്ട മഹാഭാഷ്യവും അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. ഗന്ധർവൻ പറഞ്ഞു, സ്വാമികളെ, താങ്കളിപ്പോൾ മഹാധന്യനായി. ഞാൻ പുരട്ടിത്തന്ന ദിവ്യ ഔഷധവും ഞാൻ ഉപദേശിച്ചു തന്ന മഹാഭാഷ്യവും താങ്കളെ മഹാപണ്ഡിതനാക്കും. അതുവഴി താങ്കൾ ലോകമെമ്പാടും അറിയപ്പെടുന്നവനാകും. ഗുരു, അങ്ങ് എന്ത് മരുന്നാണ് എനിക്ക് നൽകിയത്? ഗോവിന്ദസ്വാമികൾ ആരാഞ്ഞു. അതൊരു അത്ഭുത സിദ്ധിയുള്ള മരുന്നാണ്. ഇനി ഒരിക്കലും വിശപ്പും ദാഹവും താങ്കളെ അലട്ടുകയില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗന്ധർവൻ മുന്നറിയിപ്പ് നൽകി. എന്താണത്? സ്വാമികൾക്ക് അറിയാൻ തിടുക്കമായി. താങ്കൾ ഒരിക്കലും പുഴവെള്ളത്തിൽ ഇറങ്ങുകയോ പുഴവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ താങ്കൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. പിന്നെ ആ ഉറക്കത്തിൽ നിന്നും ഉണരാൻ വളരെ നാൾ കഴിയേണ്ടതായി വരും.
ഗന്ധർവൻ ഓർമ്മപ്പെടുത്തി. താമസിയാതെ ഗന്ധർവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഗോവിന്ദസ്വാമി പിന്നെയും ദേശാടനത്തിനിറങ്ങി. അനേകം ജനപദങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. നിരവധി ക്ഷേത്രാങ്കണങ്ങളിലും ആൽത്തറകളിലും അദ്ദേഹം അന്തിയുറങ്ങി. നാളുകൾ ചിറകടിച്ച് പറന്നുപോയി. ഒരിക്കൽ സ്വാമികൾ കളകളം പാടിയൊഴുകുന്ന ഒരു പുഴയുടെ തീരത്തെത്തി. തീരത്തു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ അദ്ദേഹത്തിന് കൈനിറയെ കായ്കനികൾ നൽകി. അതെല്ലാം ഭക്ഷിച്ച് ഇളം തെന്നലേറ്റ് അദ്ദേഹം കുറേ നേരം തീരത്ത് വിശ്രമിച്ചു. കുറേ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ മുന്നറിയിപ്പ് ഓർമ്മിക്കാതെ മുഖം കഴുകാനായി പുഴയിലേക്ക് ഇറങ്ങി. എന്തത്ഭുതം! ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം ഉറക്കം തൂങ്ങി പുഴയിലേക്ക് മറിഞ്ഞു. പുഴയോരത്ത് കൈതപ്പൂക്കൾ പറിക്കാൻ വന്ന ഒരു പെൺകുട്ടി ഈ കാഴ്ച കണ്ടു. അവിടുത്തെ നാടുവാഴിയായ ശൂദ്രപ്രഭുവിൻ്റെ ഏക മകളായിരുന്നു ആ പൊന്നോമന. അവൾ ഓടിച്ചെന്ന് സ്വാമികളെ പൊക്കിയെടുത്ത് തൻ്റെ തോഴിമാരുടെ സഹായത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ ശൂദ്രപ്രഭു ഉടനെ നാട്ടുവൈദ്യന്മാരെ വിളിച്ചുകൂട്ടി സ്വാമികളെ ഉണർത്താൻ വേണ്ട ചികിത്സകൾ ആരംഭിച്ചു. പ്രഭുകുമാരി രാവും പകലും കൂടെ നിന്ന് അദ്ദേഹത്തിനു വേണ്ട ശുശ്രൂഷകളും പരിചരണങ്ങളും നൽകി. എങ്കിലും നാളുകൾ ഏറെ കടന്നുപോയിട്ടും ഗോവിന്ദസ്വാമികൾ നിദ്ര വിട്ട് എഴുന്നേറ്റില്ല. ആഹാരമില്ലാതെ അദ്ദേഹം മെലിഞ്ഞ് എല്ലും തോലും മാത്രമായി. ഈ ദയനീയ സ്ഥിതി അറിഞ്ഞ് അവിടെ എത്തിയ ഒരു മഹാവൈദ്യൻ പറഞ്ഞു, ചൂടാറാത്ത അന്നം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ പൊതിയുക. വൈദ്യൻ കൽപ്പിച്ചതുപോലെ പ്രഭുകുമാരി ഓരോ ദിനവും അദ്ദേഹത്തിൻ്റെ ശരീരമാകമാനം ചൂടാറാത്ത ചോറ് കൊണ്ട് പൊതിഞ്ഞു. എന്തിനു പറയുന്നു, 6 മാസം പിന്നിട്ടപ്പോൾ ഒരു ദിവസം സ്വാമികൾ തൻ്റെ ദീർഘനിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റു. അദ്ദേഹം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ശൂദ്രപ്രഭുവിനും മകൾക്കും അവിടുത്തെ അന്തേവാസികൾക്കുമെല്ലാം അത്യധികം സന്തോഷമുണ്ടായി. തന്നെ ഇടതടവില്ലാതെ ശുശ്രൂഷിച്ച് ഉണർവിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പ്രഭുകുമാരിയെ വിട്ടുപോകാൻ പിന്നെ സ്വാമികൾക്ക് മനസ്സ് വന്നില്ല. പ്രഭുവിൻ്റെ അനുവാദത്തോടെ താമസിയാതെ അദ്ദേഹം പ്രഭുകുമാരിയെ വിവാഹം ചെയ്യുകയും പ്രഭു മന്ദിരത്തിൽ താമസമാക്കുകയും ചെയ്തു. ഗോവിന്ദസ്വാമികൾക്കും ശൂദ്രകുമാരിക്കും പിൽക്കാലത്ത് പിറന്ന മകനാണത്രേ പണ്ഡിതഗ്രേസരനായ ഭർതൃഹരി. അടുത്ത ഭാഗം കുഞ്ചുക്കർത്താവിൻ്റെ ചെപ്പടി വിദ്യകൾ. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജീവിച്ചിരുന്ന അതിപ്രശസ്തനായ ഒരു മാന്ത്രിക ശിരോമണിയായിരുന്നു കുഞ്ചുക്കർത്താവ്. കുട്ടിക്കാലത്ത് തന്നെ കുഞ്ചു തൻ്റെ കൂട്ടുകാർക്കിടയിൽ കൊച്ചു കൊച്ചു ചെപ്പടി വിദ്യകൾ കാണിക്കാൻ തുടങ്ങിയിരുന്നു. ചെറുപ്പത്തിൽ നാടുവിട്ടുപോയ കുഞ്ചുവിനെക്കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും പിന്നെ ഒരറിവും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്കു ശേഷം കുഞ്ചു ചേരാനല്ലൂരിലെത്തിയത് ആരെയും അതിശയിപ്പിക്കുന്ന മാന്ത്രിക വിദ്യകളും ചെപ്പടി വിദ്യകളുമൊക്കെ പഠിച്ചുകൊണ്ടാണ്. വൈദ്യം, മന്ത്രവാദം, ഇന്ദ്രജാലം, വീണാവാദനം തുടങ്ങിയവയിലും കുഞ്ചു അതീവ നിപുണനായിരുന്നു. ഹനുമാൻ സേവ, കുട്ടിച്ചാത്തൻ സേവ തുടങ്ങിയ ചില വിദ്യകളും കുഞ്ചുവിന് വശമായിരുന്നത്രേ. കൊച്ചി കണയന്നൂർ താലൂക്കിലെ കരം പിരിച്ച് സർക്കാർ ഖജനാവിൽ അടയ്ക്കുന്ന ചുമതല അന്ന് കുഞ്ചുക്കർത്താവിൻ്റെ കുടുംബക്കാർക്കായിരുന്നു. കർത്താവിൻ്റെ അനുജനാണ് ഈ ജോലി നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഒരു തവണ എന്തോ കാരണത്താൽ നികുതി കൊണ്ടുപോയി അടയ്ക്കാൻ വൈകി. അതോടെ അന്വേഷണത്തിന് തഹസിൽദാർ ചേരാനെല്ലൂരിലെത്തി. അപ്പോൾ അനുജൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ കുഞ്ചുക്കർത്താവ് അവിടെ എത്തി. എന്താ അങ്ങുന്നേ വന്നത്? എന്തു വേണം? അനുജൻ പിരിച്ചടയ്ക്കേണ്ട നികുതിപ്പണം ഇതുവരെ അടച്ചിട്ടില്ല. പണം ഇപ്പോൾ അടയ്ക്കണം, തഹസിൽദാർ നിർബന്ധിച്ചു. അതിനെന്താ, പണം ഇപ്പോൾ തന്നെ അടയ്ക്കാമല്ലോ. തഹസിൽദാർ പറഞ്ഞ പ്രകാരമുള്ള പണം കൃത്യമായി എണ്ണിയെടുത്ത് ഒരു കിഴി കെട്ടി കുഞ്ചുക്കർത്താവ് അയാളെ ഏൽപ്പിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അനുജൻ ഓടിക്കിതച്ചവിടെ എത്തി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? നികുതിപ്പണം മുഴുവൻ കൃത്യമായി ഞാൻ തഹസിൽദാരെ ഏൽപ്പിച്ചല്ലോ.
അതുകേട്ട് അനുജൻ അമ്പരന്നു. ഏട്ടാ, ഏട്ടൻ്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ കൊടുത്തു? അനുജൻ്റെ ചോദ്യം കേട്ട് കുഞ്ചുകർത്താവ് ഒന്ന് അമർത്തി ചിരിച്ചു. ഏട്ടൻ ഇന്ദ്രജാലത്തിലൂടെ തഹസിൽദാരെ പറ്റിച്ചെന്ന് അനുജന് മനസ്സിലായി. ഏട്ടാ, ഏട്ടൻ വലിയ പുലിവാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കാരിനെ പറ്റിച്ചെന്ന് പറഞ്ഞ് അവർ എൻ്റെ പേരിൽ കേസ് കൊടുക്കും. ഏതായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അനുജൻ അടയ്ക്കാൻ കരുതി വെച്ചിരുന്ന പണവുമായി കൊച്ചിയിലുള്ള കാര്യാലയത്തിലേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ തഹസിൽദാർ ചോദിച്ചു, പണമൊക്കെ താങ്കളുടെ ഏട്ടൻ കൃത്യമായി അടച്ചല്ലോ, പിന്നെന്തിനാ ഇപ്പോൾ ഓടിക്കിതച്ച് വന്നത്? അതിൽ ചെറിയൊരു കുഴപ്പമുണ്ടാകുന്നേ. എനിക്ക് ആ പണം ഒന്ന് കാണണം, അനുജൻ ആവശ്യപ്പെട്ടു. തഹസിൽദാരും കൂട്ടരും പണക്കിഴിയെടുത്ത് തുറന്നു നോക്കി. കഷ്ടം! അതിൽ നിറയെ പണത്തിൻ്റെ വലിപ്പത്തിൽ വൃത്താകൃതിയിൽ മുറിച്ചെടുത്ത പനയോല കഷ്ണങ്ങളായിരുന്നു. താങ്കളുടെ ഏട്ടൻ ഇത് ഞങ്ങൾക്ക് തന്നപ്പോൾ നല്ല ഓട്ട് നാണയങ്ങളായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴെങ്ങനെ ഓല കഷ്ണങ്ങളായി? തഹസിൽദാരും കൂട്ടരും അന്തം വിട്ടിരുന്നു. അപ്പോഴാണ് കുഞ്ചുകർത്താവിൻ്റെ ഇന്ദ്രജാല സിദ്ധികളെക്കുറിച്ച് അനുജൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയത്. ഒരിക്കൽ കുഞ്ചുകർത്താവ് കൊച്ചി രാജകുടുംബത്തിലെ അന്തേവാസികൾക്കായി ഒരു ജാലവിദ്യാ പ്രകടനം നടത്തി. അദ്ദേഹം തൻ്റെ 4 ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി കയ്യിൽ ഓരോ തോക്ക് കൊടുത്തേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കുളത്തിനകത്ത് മുങ്ങുകയാണ്. പൊങ്ങി വരുമ്പോൾ ഉന്നം വെച്ച് നിങ്ങൾ എന്നെ വെടിവെക്കണം. ഗുരു പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാർ കുളത്തിൻ്റെ 4 ഭാഗത്തായി നിന്നു. എല്ലാം തയ്യാറായപ്പോൾ കുഞ്ചുകർത്താവ് പെട്ടെന്നോടി വന്ന് കുളത്തിനകത്തേക്ക് എടുത്തു ചാടി. കാഴ്ച കാണാൻ രാജകുടുംബം ഒന്നാകെ കുളത്തിനു ചുറ്റും തടിച്ചുകൂടിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ചുകർത്താവ് വെള്ളത്തിനു മേലെ തലയുയർത്തി. ഇത് കാണേണ്ട താമസം ശിഷ്യന്മാർ ടിക് 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 എന്ന് വെടി പൊട്ടിച്ചു. ഗുരുവിൻ്റെ തല ചിതറിത്തെറിച്ചു. കുളമാകെ ചോര കൊണ്ട് നിറഞ്ഞു. കണ്ടു നിന്നവരാകെ പരിഭ്രാന്തിയിലായി. കഷ്ടം! കർത്താവിൻ്റെ കഥ കഴിഞ്ഞു. തമ്പുരാട്ടിമാർ മൂക്കത്ത് വിരൽ വെച്ചു. ഹോ, കഷ്ടമായിപ്പോയി, എല്ലാവരും തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇതിനിടയിൽ തൊട്ടടുത്തുള്ള മാളിക വീട്ടിൽ നിന്ന് താളാത്മകമായ ഒരു വീണാഗാനം ഒഴുകി വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. കുറേ പേർ അങ്ങോട്ട് ഓടിച്ചെന്ന് തലയെത്തിച്ചു നോക്കി. അപ്പോഴതാ കുഞ്ചുകർത്താവ് അവിടെ ഒരു കട്ടിലിലിരുന്ന് രസകരമായി വീണ വായിക്കുന്നു. ഇത് കണ്ടവരെല്ലാം കുഞ്ചുകർത്താവിൻ്റെ ഇന്ദ്രജാല പാടവത്തെ പുകഴ്ത്തി. മറ്റൊരിക്കൽ ഏതാനും വഴിയാത്രക്കാർ ദാഹിച്ചു പൊരിഞ്ഞ് കുഞ്ചുകർത്താവിൻ്റെ മാളിക മുറ്റത്തെത്തി. ദാഹിക്കുന്നു, കുടിക്കാൻ എന്തെങ്കിലും തരണം, അവർ ആവശ്യപ്പെട്ടു. കരിക്കുണ്ട്, പക്ഷേ തെങ്ങിൽ കയറാൻ ആളില്ല, കുഞ്ചുകർത്താവ് പറഞ്ഞു. കരിക്ക് വേണ്ട, ഇത്തിരി പച്ചവെള്ളമായാലും മതി, യാത്രക്കാർ അറിയിച്ചു. സാരമില്ല, തെങ്ങിൻ മുകളിൽ കരിക്കുണ്ടായിട്ട് നിങ്ങൾക്ക് പച്ചവെള്ളം തരുന്നത് ശരിയല്ല, ഞാൻ തന്നെ കയറാം. കർത്താവ് തെങ്ങിൽ തത്തിപ്പൊത്തി കയറാൻ തുടങ്ങി. ഒരു തെങ്ങിൽ നിന്ന് ഒരു കരിക്കിട്ടിട്ട് അടുത്ത തെങ്ങിലേക്ക് ചാടി. പിന്നെ അവിടുന്ന് മറ്റൊരു തെങ്ങിലേക്ക് ചാടി. അങ്ങനെ 5-8 തെങ്ങുകളിൽ ചാടിക്കയറി ഓരോ കരിക്കിട്ടു. പക്ഷേ ഇടയ്ക്ക് കർത്താവിന് താളം തെറ്റി. അയാൾ തെങ്ങിൽ നിന്ന് ദടുപടൂ എന്ന് നിലം പതിച്ചു. പിന്നെ ഒട്ടും അനക്കമില്ല. ദൈവമേ, പാവം കർത്താവ് മരിച്ചെന്ന് തോന്നുന്നു, യാത്രക്കാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ കർത്താവ് ദേഹമൊന്ന് പതുക്കെ ഇളക്കി. പിന്നെ അല്പം വെള്ളം വേണമെന്ന് ആംഗ്യം കാണിച്ചു. താഴെ കിടക്കുന്ന കരിക്ക് വെട്ടാൻ വെട്ടുകത്തി തേടി ഒരാൾ പുരയ്ക്കകത്തേക്കോടി. അപ്പോഴാണ് അവർ ആ അത്ഭുതം കണ്ടത്. എന്താണെന്നോ, ചെത്തിയ കരിക്കുമായി സാക്ഷാൽ കുഞ്ചുകർത്താവ് അകത്തുനിന്നും അവരുടെ മുന്നിലേക്ക് നടന്നു വരുന്നു. വീണുകിടന്ന സ്ഥലത്ത് ആളുകൾ കർത്താവിനെ അന്വേഷിച്ചു. അവിടെ കർത്താവിൻ്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. ഹോ, കർത്താവിൻ്റെ ഈ ഇന്ദ്രജാലം ബഹുകേമം തന്നെ. ഇതുപോലൊരു ജാലവിദ്യ ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരെങ്കിലും കാണിക്കുമോ? ഒരു കാരണവർ കർത്താവിൻ്റെ കാലുകൾ തൊട്ട് വണങ്ങി. ഇങ്ങനെ അനേകം ഇന്ദ്രജാല വിദ്യകൾക്കും കൺകെട്ട് വിദ്യകൾക്കും സാക്ഷാൽ കുഞ്ചുകർത്താവ് കാർമ്മികത്വം വഹിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ കഥകൾ അവസാനിപ്പിക്കുന്നു. ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന ഈ പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം.
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്